നമ്മൾ കടന്നു വന്ന ജീവിതത്തിൽ നമ്മെ ഒരുപാട് പേർ വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അവരോടെല്ലാം ക്ഷമിച്ചു കൊടുക്കാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മുടെ അകത്ത് ക്ഷമിക്കപ്പെടാതെ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാരമല്ലേ വർദ്ധിക്കുന്നത്? Forgiveness frees the mind from pain and opens the way to peace. ക്ഷമ എന്നത് നമ്മെ വേദനിപ്പിച്ച ഒരാളോടുള്ള വിരോധവും കയ്പും പ്രതികാര ചിന്തയും ബോധപൂർവം വിട്ടുകളയാനുള്ള സ്വമേധയാ ചെയ്യുന്ന തീരുമാനമാണ്. അത് സംഭവിച്ചത് മറക്കുകയോ തെറ്റിനെ ന്യായീകരിക്കുകയോ കുറ്റക്കാരനുമായി വീണ്ടും ബന്ധപ്പെടുകയോ അല്ല. സ്വന്തം വൈകാരിക സൗഖ്യത്തിനായി പഴയ വേദനയുടെ പിടിയിൽ നിന്ന് മോചിതമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന വ്യക്തിപരമായ പ്രക്രിയയാണ്. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം പ്രകൃതിയോട് നമ്മെ ഇണക്കുന്ന സുതാര്യ മൂല്യങ്ങളില് ക്ഷമ എന്ന മൂല്യത്തെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമുക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെ അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങളുടെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അതിന് കാരണമായ വ്യക്തികളോട് നമുക്ക് വല്ലാത്ത ഒരു വിരോധം ഉണ്ടാകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവരും ഈ ഒരു അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഈ ഒരു വിരോധം അല്ലെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു പ്രതികാര ചിന്ത, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടാകും. അത് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ അനുഭവിച്ച വേദനയുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ ആഴത്തിനനുസരിച്ചാണ്. അപ്പോ ഈ വിരോധത്തിൽ നിന്ന് നാം നമ്മളെ സ്വയം മോചിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ക്ഷമ എന്ന മൂല്യം പാലിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. അതായത് വിരോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ബോധപൂർവമായ തെരഞ്ഞെടുപ്പാണ് ക്ഷമ എന്ന് നമുക്ക് പറയാം. ഈ ക്ഷമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്? ഒരിക്കലും നമ്മൾ അവരെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അവര് നമ്മളോട് ചെയ്ത ആ കുറ്റത്തിൽ നിന്ന് അവരെ വിമുക്തമാക്കുകയോ ഒന്നുമല്ല. അതായത് ക്ഷമിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ പഴയ വേദന അങ്ങനെ തുടരും. ആ വേദന അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അത് ആരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഒരിക്കലും നമ്മെ വേദനിപ്പിച്ചവരെയല്ല. കാരണം ഈ വേദന അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് കാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയും ഇടയ്ക്കിടെ അത് ഓർക്കുകയും ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചില മോശമായിട്ടുള്ള അവസ്ഥകളുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ മാനസികമായിട്ടുള്ള ശാന്തി നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ പലതരം ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കും. അത് നമ്മുടെ ശരീരത്തിനകത്ത് ആരോഗ്യത്തെ ബാധിക്കും. ഇതിങ്ങനെ കാലങ്ങളായിട്ട് തുടരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബാലൻസ് ആണ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കുണ്ടായ ആ അനുഭവങ്ങളിൽ നിന്ന് നാം നമ്മെ തന്നെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്വതന്ത്രമാക്കൽ എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ക്ഷമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് ചെയ്യുന്ന സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ ആ വേദനയെ, നമുക്കുണ്ടായ വേദനയെ അംഗീകരിക്കുകയാണ്. അതുപോലെ ആ വിരോധം വിട്ടുകളയാൻ, നമുക്ക് ആരോടാണോ ആ വിരോധം ഉണ്ടായത്, അല്ലെങ്കിൽ ആ നമ്മുടെ അകത്ത് നിലനിൽക്കുന്ന ആ ഒരു പ്രതികാര ചിന്തയുണ്ടല്ലോ, ആ ഒരു വികാരം, അത് ആരോടാണോ നിലനിൽക്കുന്നത് അത് വിട്ടുകളയാനായിട്ട് നമ്മൾ സ്വമേധയാ തീരുമാനിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് ആ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ മോചിതരാക്കുക എന്നുള്ളതാണ്. ആ പ്രതികാരം ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അത് അവരെയല്ല നമ്മളെയാണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാരമാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് ബോധ്യമായി അതിൽ നിന്നും നാം നമ്മെ തന്നെ സൗഖ്യത്തിലേക്ക്
കൊണ്ടുവരിക, അതിൽ നിന്ന് മാറ്റി നമ്മളെ തന്നെ നമ്മൾ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഒരു വൈകാരികമായിട്ടുള്ള സൗഖ്യത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ് ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. അതൊരിക്കലും സംഭവിച്ചതിനെ മറക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല. നമുക്ക് ആ ഒരു ഓർമ്മ എന്നും ഉണ്ടാകും, ഏത് കാലത്തും ഓർമ്മ വരും. ആ തെറ്റിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അയാളെ തെറ്റ് ചെയ്തതിനെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ പഴയതുപോലെ അവിടെ ആ ഒരു അടുപ്പം ഉണ്ടാവുകയോ ഇതൊന്നും അല്ല അവിടെ ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ക്ഷമിക്കാതെ തുടരുന്ന സമയത്ത് എന്താണോ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൽ നിന്ന് നാം നമ്മളെ തന്നെ എന്താ പറയുക വിടുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു മോചനം നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പഴയ വേദനകൾ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ഓർമ്മ വരുന്ന സമയത്ത് ആ വേദനയുടെ ഓർമ്മ അതാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയൊക്കെയും വർത്തമാനത്തിലായിരിക്കില്ല, എപ്പോഴും നമ്മുടെ ആ പഴയ ഭൂതകാലത്തെ ഓർമ്മയിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കും. അപ്പൊ ഇപ്പോഴെന്താണ് നമ്മുടെ നില, അല്ലെങ്കിൽ ഇപ്പൊ എന്താണോ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമുക്കൊരു അനീതി സംഭവിച്ചു, അല്ലെങ്കിൽ ഞാനൊരിക്കലും അത് അർഹിക്കുന്നില്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു, അപ്പൊ ഒരിക്കലും എനിക്കിത് ക്ഷമിക്കാൻ കഴിയില്ല, ഞാനത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ആ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. വേദന എത്ര ആഴത്തിലുള്ളതാണെങ്കിലും ആ വിരോധം എന്ന് പറയുന്നത് ഓരോ തവണ ആവർത്തിക്കുമ്പോഴും നമ്മുടെ അകത്താണ് അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തെയാണ്, നമ്മുടെ മനസ്സിനെയാണ് അത് ബാധിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ഓർക്കുക. ആ പഴയ ഒരു സംഭവമായിട്ട് അത് എന്താണോ ആ വേദനയുമായിട്ട് നമ്മളിങ്ങനെ ബന്ധം തുടരുന്ന സമയത്ത് അത് നമ്മുടെ വർത്തമാനത്തെ നിയന്ത്രിക്കുകയാണ്. നമ്മളിപ്പോ ജീവിക്കുന്നില്ല, ആ വേദനയിൽ തന്നെ അത് തുടരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ആ ക്ഷമിക്കുക എന്നുള്ളതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടായ വേദനയെ നമ്മൾ സ്വീകരിക്കുക, അതായത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ സ്വന്തം വേദനയെ അംഗീകരിക്കുക, നമ്മുടെ വികാരങ്ങൾക്ക് നമ്മൾ അംഗീകാരം നൽകുക. അതിന് നമുക്ക് അവരോട് എത്ര നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടായാലും അത് ഉണ്ടായി, അത് അങ്ങനെ തന്നെയാണ്, അത് എന്റേതല്ല, അതായത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു രീതി അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോ അവിടെ നമ്മൾ സമഭാവം മനസ്സിലാക്കിയ സമയത്ത് പറഞ്ഞു, അതായത് എന്ത് അനുഭവങ്ങൾ, അത് വേദന ഉണ്ടാക്കിയതാണെങ്കിലും സന്തോഷം ഉണ്ടാക്കിയതാണെങ്കിലും രണ്ടിനെയും ഒരുപോലെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റുകയില്ല, അല്ലെ? അപ്പോ ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതിൽ ആ സമഭാവം കൂടി ചേരുന്ന സമയത്ത് നമുക്ക് ജീവിതത്തെ രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നു, മറ്റൊന്ന് വേദനിപ്പിക്കുന്നു. പക്ഷെ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നെ എന്തോ പഠിപ്പിക്കാൻ ആയിട്ടുണ്ടായ അനുഭവമാണ് ഇത് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ കഴിഞ്ഞ കാര്യത്തോട് നമുക്കുള്ള ആ ഒരു ഒട്ടലുണ്ടല്ലോ, അതിന്റെ ആ പിടി നമ്മൾ വിടുക എന്നുള്ളതാണ്. അപ്പൊ അത് തുടരണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്നുള്ളത് വിട്ടുകളയുക എന്നതിലേക്ക് നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അത് നമ്മുടെ ഒരു സ്വയം ഉത്തരവാദിത്തമായിട്ട്, അവിടെയാണ് നമ്മൾ ഉത്തരവാദിത്തം എന്നുള്ള മൂല്യത്തെ കൂടി ചേർത്ത് വെക്കേണ്ടത്. അപ്പൊ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് എന്ത്? സ്വയം സ്നേഹിക്കുക, സ്വയം മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത്, അല്ലെ? അതായത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിൽ തുടരുന്നതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്മുടെ സ്വയം സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സ്വയം അഭിമാനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ ക്ഷമിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനിയും അവരിൽ നിന്നും അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ഇത്തരം വേദനകൾക്ക് അർഹപ്പെട്ടിരിക്കുന്നു എന്നുള്ള മുൻവിധികളൊന്നും ഇല്ലാതെ അവിടെ നമുക്ക് ഒരു അവിധി എന്നുള്ള രീതിയിൽ പരിശീലിക്കാമെന്നുള്ളത് ക്ഷമയെ. അപ്പൊ നമുക്ക് അതിന്റെ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് മുൻപ് ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ദുഃഖത്തോടുള്ള ആ ഒട്ടൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, കാരണം അവരെങ്ങനെയെങ്കിലും ശിക്ഷിക്കപ്പെടണം, അവരും ഇത് അനുഭവിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് നമുക്ക് വരുന്നത്. അത് പകരത്തിന് പകരം ഉണ്ടാവുക എന്നുള്ള അത്തരം ചിന്തകളൊക്കെ തുടരുന്ന സമയത്ത് അത് നമ്മുടെ കോശങ്ങളെയാണ് നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനഃശാന്തിയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം മറ്റു മൂല്യങ്ങളോടുകൂടി ഈ ക്ഷമ കൂടി നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് ജീവിതം കൂടുതൽ സുഖകരമായി ബോധപൂർവം തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആ ക്ഷമിക്കപ്പെടുക എന്ന് പറയുന്ന സമയത്ത് അവരോട് പോയിട്ടൊരു
അനുരഞ്ജനത്തിനൊന്നും നമ്മൾ ശ്രമിക്കേണ്ടതില്ല. അവരെവിടെയായിരുന്നാലും ഒരുപക്ഷെ നമ്മൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കാണുന്നുണ്ടാകില്ല. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിക്കുക, ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്, വിടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ അവരോട് തിരിച്ചുപോയി സംസാരിച്ച് അവരുടെ വിശ്വാസം നേടുക എന്നുള്ളൊരു അർത്ഥമില്ല. നമ്മള് വീണ്ടും ആ ഒരു ഉള്ളിലെ ആ ഒരു അതിര് ഉണ്ടല്ലോ, അതായത് അവിടെ ഉണ്ടായി ആ വേദന ഉണ്ടായി, അത് പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ആ വേദന നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, വേദനയുടെ സ്വാധീനം, അതിൽ നിന്നാണ് നമ്മളെ മാറ്റേണ്ടത്. വീണ്ടും അതേ ഓർമ്മ വരാം, വീണ്ടും നമ്മൾ അവരെ കണ്ടുമുട്ടാം, പക്ഷെ അതൊന്നും നമ്മളെ വീണ്ടും സ്വാധീനിക്കുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് നമ്മളെ മനസ്സിനെ കൊണ്ട് ചെന്നെത്തിക്കേണ്ടത്. അപ്പോ അതിന് അവരുമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള അതിര് നമുക്ക് സംരക്ഷിക്കാം. അതായത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇടപെടാതിരിക്കാം. അതല്ലെങ്കിലോ പിന്നെ നമ്മുടെ അഭിമാനം അതിനനുവദിക്കുന്നില്ലെങ്കിൽ ആ ക്ഷമിച്ചു എന്നുള്ളത് ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള അകലം നിലനിർത്താം എന്നുള്ളതാണ്. ഇതിലൂടെ നമ്മളാണ് സുഖപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരോടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിലും അതിന്റെ ഗുണം മുഴുവനായിട്ടും നമുക്കാണ് ലഭിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ അത് അനുഭവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന്റെ ഭാരം വല്ലാതെ കുറയും, പിന്നെ മനസ്സ് ശരിക്കും സ്വതന്ത്രമാകും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ക്ഷമിച്ചിട്ടുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് സ്വന്തം ജീവിതത്തിലേക്ക്, നിലവിലുള്ള പ്രസന്റിലേക്കുള്ള തിരിച്ചുവരവാണ് ശരിക്കും ക്ഷമിക്കുക എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. ഒളിമ്പസ് ദർശനത്തിൽ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമായുള്ള ഇടപെടലിൽ അത് നമ്മളെ കൂടുതൽ ഊർജിതമാക്കും എന്നുള്ളതാണ്. അതായത് എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ തടസ്സം വരുത്തുന്നു ഈ ഒരു അകലം സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് അവരോടുള്ള ആ ഒരു അതിരെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ, ആ തടസ്സം സൂക്ഷിക്കുമ്പോൾ അവിടെ സുതാര്യം അല്ലാതാകുന്നു. നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ അത് തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പൊ ക്ഷമിച്ചു എന്ന് പറയുന്ന സമയത്ത് പിന്നെ നമുക്ക് അവിടെ തടസ്സങ്ങളില്ല. നമുക്ക് പ്രകൃതി നമുക്ക് തരുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു പാഠങ്ങൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് അത് പകരപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വിട്ടുകൊടുക്കലിലൂടെ നമ്മൾ മുന്നേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം, ആ കഴിഞ്ഞതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകാൻ അനുവദിക്കുകയാണ്, ലെറ്റ് ഗോ എന്നുള്ളത്. അപ്പൊ ആ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രകൃതിക്ക് എന്താണോ നമ്മളോട് പറയാനുള്ളത്, എന്താണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത്, അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ വിട്ടയക്കലിലൂടെ സ്വയം സ്വതന്ത്രമാകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്വയം സ്വതന്ത്രമാക്കുന്നതിലൂടെ നമുക്ക് എല്ലാത്തിനോടും നമ്മൾ പൂർണ്ണമായിട്ടും സ്വതസിദ്ധമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ക്ഷമ എന്ന് പറയുന്നത് നമ്മള് എനിക്ക് ഇത് സംഭവിച്ചു, എനിക്കാണ് ഇത് സംഭവിച്ചത് എന്നതിൽ നിന്നും പ്രകൃതിയുടെ ആ ധർമ്മ പരമ്പരയിൽ അല്ലെങ്കിൽ ആ ധർമ്മ ശ്രേണിയില് നമുക്ക് നമ്മുടെ വളർച്ച, നമ്മുടെ ധർമ്മത്തിലേക്കുള്ള ആ ഒരു വഴി അത് സുഗമമാക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ വേദനയെ തിരിച്ചറിയുക, ആദ്യം അത് നമ്മുടെ ബോധമായിട്ട് മാറ്റുക. ആ തിരിച്ചറിവിനെ നമ്മൾ ആ ബോധമാക്കി മാറ്റുന്നു. അതിനെ അംഗീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ വിട്ടുകളയുന്ന സമയത്ത് മുഴുവനായിട്ട് നമ്മളെ സ്വതന്ത്രമാക്കുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ എന്താണ് സംഭവിക്കുക? പിന്നീട് നമുക്ക് വീണ്ടും അതേ ഓർമ്മകൾ വരുന്ന സമയത്ത് നമ്മൾ ആ സ്വാധീനത്തിൽ നിന്ന് മുഴുവനായിട്ടും മാറുന്നു എന്നുള്ളതാണ്. അത് യാതൊരു തരത്തിലും നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ഓർമ്മ വരുന്നു, നമ്മൾ അതിനെ കടത്തിവിടുന്നു. അതുപോലെ യാതൊരു ദോഷചിന്തകളും ഇല്ലാതെ നമ്മളൊരു അതിര് അല്ലെങ്കിൽ ഒരു പരിധി അവിടെ നിശ്ചയിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിരോധം കുറയ്ക്കുക, പ്രതിരോധ ചിന്ത ഇല്ലാതാക്കുക, അതിലൂടെ നമ്മുടെ മനസ്സിനെ സ്വയം സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു സുഖപ്പെടൽ സ്വയം അനുഭവിക്കുക എന്നുള്ളതാണ് ക്ഷമിക്കുക എന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ വിരോധത്തിൽ നിന്നും പ്രതികാര ചിന്തകളിൽ നിന്നും നമ്മളെ സ്വയം നശിപ്പിക്കുന്ന അവസ്ഥകളിൽ നിന്നും നമ്മൾ ബോധത്തിലേക്ക്, മാറ്റത്തിന്റെ ഒരു ബോധത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിന്റെ ഒരു ബോധത്തിലേക്ക് സ്വയം ചെന്നെത്തുക എന്നുള്ളതാണ് ക്ഷമിക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ക്ഷമിച്ച് സ്വയം സ്വതന്ത്രമാകാനായിട്ടും ചുറ്റുപാടിനോട് കൂടുതൽ സുതാര്യമായി ഇടപെടാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ